നമ്മൾ ഇപ്പോൾ ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഇപ്പോൾ കേൾക്കാൻ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു രാജ്യം ഒരു എൻട്രൻസ് എന്നുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിരുന്നു. അപ്പോൾ ഈ ഒരു രാജ്യം ഒരു എൻട്രൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്ന, ഇപ്പോൾ അത് എത്രത്തോളം സോഷ്യൽ ജസ്റ്റിസിനോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, ഇത്തരം കുറച്ചുകൂടി ലാർജറായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക്, ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾക്കൊപ്പം കുറച്ചുകൂടെ വിശാലമായ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ നീറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പരിശോധിക്കേണ്ടി വരും. തീർച്ചയായും അത് ഒരു സംശയമില്ല. നീറ്റ് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന എല്ലാ വിധത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻസിന്റെയും ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക ക്ലാസ്, പ്രത്യേക ഗ്രൂപ്പിന് പ്രയോജനകരമാവുന്നു എന്നുള്ളതാണ്. അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അതങ്ങനെയാണ് സംഭവിക്കുക. അതങ്ങനെ സംഭവിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തൊരു വലിയ തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് അഡ്മിഷന്റെ കേസിലായാലും, മെഡിക്കൽ മാത്രമല്ല, ഏത് മേഖലയിലായാലും, കാരണം ഇതൊരു ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് ഏതിനെയും മെറിറ്റ് ആൻഡ് കേപ്പബിലിറ്റി എന്നുള്ള ഒരു ഏക മാനദണ്ഡത്തിലേക്ക് ചുരുക്കാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രീതി തന്നെ ഏത് രീതിയിൽ വീക്കർ സെക്ഷൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതിന് പല സാധ്യതകൾ ഭരണഘടന പരിശോധിക്കുകയും ഭരണഘടനയുടെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പല തരത്തിൽ അത് വരുന്നുണ്ട്. ഇത് കേവല റിസർവേഷൻ മാത്രമല്ല, മറ്റു പല തരത്തില് ആ ഒരു അക്കോമഡേഷനുള്ള സാധ്യതകള് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭരണഘടനാ മൂല്യങ്ങളുടെയും അതിൻ്റെ ഒരു ലാർജർ ഫിലോസഫിക്ക് അകത്ത് നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ നയം രൂപീകരിക്കുകയും അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് കടക്കുകയും ചെയ്യേണ്ടത്. അവിടെയാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നത് തമിഴ്നാട് ശക്തമായി ഉന്നയിക്കുന്ന ഫെഡറൽ തത്വങ്ങൾ. ഈ രീതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ അടക്കം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിലുള്ള ഒരു യുക്തിയും അതാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ തലത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ഏകീകരണങ്ങൾ പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ വലിയ രീതിയിൽ വളർത്തും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി തന്നെ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനും ഹയർ എഡ്യൂക്കേഷൻ പോളിസികൾ രൂപീകരിക്കാനും അവർക്ക് ആവശ്യമായ കോഴ്സുകൾ തുടങ്ങാനും ഒക്കെയുള്ള ഒരു സാധ്യത അവിടെ നിലനിർത്തിയതിന് പിന്നിൽ വിദ്യാഭ്യാസ മേഖലയെ അങ്ങനെ കൺകറന്റ് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ തന്നെ ഇത്തരമൊരു യുക്തി ഉണ്ട്. പക്ഷെ പ്രശ്നം സംഭവിച്ചത് പിന്നീട് ഇങ്ങോട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ഫെഡറൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളില് സെൻട്രലും സ്റ്റേറ്റുമായിട്ട് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് അത് സെൻട്രൽ ലിസ്റ്റിന് അനുകൂലമായിട്ട് പോകും എന്നുള്ള ഒരു ഡിബേറ്റ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരികയും അത് ഏറെക്കുറെ അതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു. അതായത് ഏകകക്ഷി ഭരണം തുടങ്ങിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഈ ഒരു ഫെഡറൽ തത്വവും അതിലൊരു ലാർജർ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഏകീകരണങ്ങൾ. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ മുമ്പിലുണ്ട്. അതും ഈ ഒരു രീതിയിൽ ഒരു ഏകീകരണത്തിന്റെ സാധ്യതയാണ്. പക്ഷെ വിദ്യാഭ്യാസം നമുക്കറിയാം, ലോകത്തൊരിടത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ഏകീകരണങ്ങളല്ല സംഭവിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും ഓരോ യൂണിവേഴ്സിറ്റികളെയും പൂർണ്ണമായും ഓട്ടോണമിയുള്ള സ്ഥാപനങ്ങളായിട്ട് വിഭാവനം ചെയ്തത് തന്നെ ആ യൂണിവേഴ്സിറ്റി അഡ്രസ് ചെയ്യേണ്ട ഒരു സൊസൈറ്റിയുടെ
എങ്ങനെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള അന്വേഷണം ആണ് ആ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നമ്മളുടെ പ്രദേശത്തുള്ള യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസ സാധ്യതകളെ ഏത് രീതിയിൽ അഡ്രസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഒരു യൂണിഫോമിറ്റി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ശരിക്കും നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രാദേശികമായ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നീഡ്സിൽ നിന്ന് മാറിയിട്ട് നമ്മളെ മറ്റ് ഒരു യൂണിഫോം ഒരു ദേശീയ തലത്തിൽ തീരുമാനിക്കപ്പെടുന്നതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അത് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഡിഗ്രി അവാർഡ് ചെയ്യുന്നതിലടക്കം പരീക്ഷാ സംവിധാനത്തിലടക്കം ഇതെല്ലാം സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് നമുക്കറിയാം, ലോകത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു രാജ്യത്തും ഗവൺമെന്റ് ഒരു പ്രത്യേക പോളിസിയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരാറില്ല. റാദർ യൂണിവേഴ്സിറ്റികൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ ഓട്ടോണമിയും നൽകിയും അവർ തന്നെ കോഴ്സ് ഡിസൈൻ ചെയ്യും. ഇപ്പൊ മുമ്പൊക്കെ അലിഗർ പോലെയുള്ള അല്ലെങ്കിൽ ജാമിയ മിലിയ പോലെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അടക്കം, ഇവർക്കെല്ലാം സ്വന്തമായി മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളാണ് ആ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തിയിരുന്നത്. അത് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ എന്താണ് ഇതെല്ലാം കറപ്റ്റഡ് ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കുള്ള ഒരു തരം ഡിബേറ്റ് രൂപപ്പെടുത്തിയെടുക്കുകയും ആ ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് ചില പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളെ ലെജിറ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഏകീകരണങ്ങൾ ഉണ്ടായും. ഇതിലൊരു ലാർജർ പൊളിറ്റിക്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ക്ലാസ്, പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദി ബെനിഫിഷ്യറീസ് ഓഫ് ഓൾ ദീസ്. മറുഭാഗത്ത് സോഷ്യലി എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻസ്, ഹിസ്റ്റോറിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്തേക്കുള്ള ആക്സസ് കൂടുതലായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ വിഷയം, ഒരു അക്കോമഡേഷന്റെ വിഷയം, ഇൻക്ലൂസീവ്നെസിന്റെ വിഷയം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ വിദ്യാഭ്യാസത്തെ കാണാൻ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ കാണാൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ ഇതിനെ സമീപിക്കേണ്ട ആവശ്യകതയുണ്ട്. സംസ്ഥാനങ്ങളുടെ, വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഒക്കെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഇതിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്.